ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് വൺ ബ്ലോക്ക് ആണ്. അപ്പോൾ എല്ലാവർക്കും വൺ ബ്ലോക്കിനെ കുറിച്ച് അറിയാൻ തോന്നുന്നു. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് വെച്ച് തുടങ്ങും. ഞാൻ ആദ്യം ഇവിടെ വെച്ചു, നമ്മളത് ഇവിടെ വെച്ചു. ഇപ്പം തന്നെ ഇത് ഇട്ടിട്ടുണ്ടോ, വുഡ് ഇട്ടിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. നമുക്കത് ആദ്യം തന്നെ വുഡാക്കാം, പ്ലാങ്ക് ആക്കാം. ഓ, ജസ്റ്റ് അങ്ങ് പൊളിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോന് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പൊട്ടിച്ച്. ഓ, അടുത്ത സിസ്റ്റം വന്നു. നമുക്കിത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. അതാണ് നമ്മുടെ ഇപ്പോൾ തേക്കല്ലേ. 1 2 3 ഇവിടെ വെച്ച് 1 2. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇവിടെ വെച്ചു 2 സ്റ്റിക്ക് ഉണ്ടാക്കാം. നമുക്കിത് ജസ്റ്റ് അങ്ങ് പൊട്ടിച്ചേക്കാം. ജസ്റ്റ് കയ്യിൽ കിട്ടിയോ? ജസ്റ്റ് കയ്യിലിട്ട് നമുക്കതെടുത്ത് ഇവിടെ വെക്കാം. നമുക്കത് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ സാധനവും നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാം. ടോർച്ച് നല്ലൊരു കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കേ ഇപ്പോൾ കുറച്ചൊന്ന് ഐ തിങ്ക് ഓക്ക് വുഡിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓക്ക് സ്ലാബ് വെക്കാൻ പോവാണ്. കാരണം എനിക്ക് തോന്നുന്നു അത് അങ്ങനെ നമുക്കിവിടെ അടിഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ അടിഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതെന്താ മോബ്സ് സ്പോൺ ആവാതെ നിർത്താൻ പറ്റും. അടിഭാഗത്ത് തന്നെയാണോ? അല്ലല്ലല്ലല്ല, മേൽഭാഗത്തല്ലേ? കൺഫ്യൂഷനല്ലേ. നമുക്കിവിടെ വെക്കുകയാണെങ്കിൽ മോബ് സ്പോൺ ആവില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. കുഴപ്പമില്ലേ? ഓ, ഇവിടെ ഇപ്പോൾ ഡേർട്ടിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. ഇപ്പോൾ ഒരു ബ്ലോക്ക് വീതിയിൽ ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. ഇവിടെ 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 ഇവിടെ. അപ്പോൾ ഒരു ബ്ലോക്ക് രീതിയിൽ നമ്മൾ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പൊട്ടിച്ചേക്കാം. ഓ, അപ്ഗ്രേഡ്. ഇനി നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താണ് വന്നത്? Enough flowers and trees grow here to last a lifetime. Okay. ഓ, നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് അത്യാവശ്യം തന്നെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ്. ഐ തിങ്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വല്ല ഫാം അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കാൻ തോന്നും. പോകാൻ നൈറ്റ് ആവുന്നുണ്ട്. പ്രശ്നമാവും. ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇത് ഫുൾ ഈ ഡർട്ട്, ഇപ്പോൾ ഇവിടെയുള്ള ഡർട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് അവിടെ സ്ലാബ് വെക്കാം. നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്ക് ബയോമാണ്. ഓക്ക് ബയോം അല്ലേ പറയാ? അതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കൊണ്ടാക്കാം. ഓ സോറി, നമുക്കൊരു ആക്സിഡന്റ് ആണ്. ഓക്കെ, സ്റ്റോൺ അപ്ഗ്രേഡ് ഒക്കെ കിട്ടാനുണ്ട്. നമുക്കൊരു ആക്സ് മതിയാവും തോന്നുന്നു.
കിട്ടി, ഫസ്റ്റ് സോണിനെ കിട്ടി, പിഗിനെ കിട്ടി. ഇതിപ്പോ എവിടെയും ചാടി പോവാതെ നോക്കണം. നമുക്ക് സീഡ് കിട്ടിട്ടോ. സീഡ് കിട്ടി. നമുക്കിത് നടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്. നമുക്കത് സെറ്റാക്കാല്ലേ. കുറച്ചധികം നമുക്കത് ബുർച്ചല്ലേ, നമുക്ക് സ്ലാബ് ഉണ്ടാക്കാം. നമുക്ക് ഞാൻ കുറച്ച് ഓക്ക് സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം. 2 നമുക്ക് 4x4 വീതിയിലോട്ട് ഉണ്ടാക്കാം. 1 2 3 and 4 and ഇവിടെ 1 2 3 4 I think ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ട്. കാരണം കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് നമ്മൾ കുറച്ചുകൂടി മൈൻഡ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് സാധനം കിട്ടൂല. ഓക്ക് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് ഓക്ക് പ്ലാങ്ക് പശുമ്പ. ഓ ഗോഡ്, നമുക്കിതിപ്പോ ആനിമലിനെ കൊണ്ടിവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് ഡർട്ട് വെച്ച് തുടങ്ങാം. എല്ലാം ഞാൻ വീണ്ടും തൽക്കാലം വെക്കുന്നുണ്ട്. ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് 5 എണ്ണ എൻ്റെ കയ്യിലുണ്ട്. ചിലപ്പോൾ 2 5 ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്യാം. അതിന് മുന്നേ ആദ്യം നമ്മുടെ ഷവല് വേണം. ഇത് ഒന്ന് മാറി വെക്കാം. നമുക്ക് പിഗിനെയും ഞാൻ തള്ളിയിടുന്നുണ്ട്. ഞാൻ ആ 2 പിഗിനെയും 2 ചിക്കനെയും വന്നു. കാരണം പിഗ് ഒന്നും ഇതിനെ അവിടെ ഇഷ്ടപ്പെട്ടില്ല അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഫുള്ള് ആ ഡർട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി പ്ലാന്റ്സ് നടണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുക്കണം. പിന്നെ നമുക്ക് എന്താ ഹോ വേണം. വുഡ് ഉണ്ടാക്കാം. സ്റ്റിക്ക് എടുക്കുക, നമ്മളൊരു ഹോ ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കത് ഹാൻഡിലെടുക്കുക. നമ്മുടെ വെള്ളം അവിടെ മക്കളെ, നിങ്ങൾ രണ്ടും കൂടെ കുഴിയിൽ വീഴും. നമുക്ക് ഇതിവിടെ വെക്കാം. വെള്ളം ഇവിടെ ഒഴിക്കാം.
നമ്മുടെ സ്ലാബ് എടുത്തിട്ട് നമുക്ക് അടിയിൽ ഇങ്ങനെ ബ്ലോക്ക് ഒക്കെ ചെയ്യും. നമുക്ക് വെള്ളം അവിടെ തന്നെ കിട്ടും. അടിയിൽ ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫുള്ളങ്ങ് ചെയ്യാം. ഇതിപ്പോ കറക്റ്റ് 4x4 അല്ല വെക്കുന്നത് എനിക്കറിയാം. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എൻ്റെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടും കൂടെ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഗുഡ് ബൈ.